നിർത്തിയെടുത്ത് വെച്ചിട്ട് തുടങ്ങാം. സിറ്റിന്ന് മാറി തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ഉൾഗ്രാമം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഫീലിൽ ഒരു ഡെസ്റ്റിനേഷനാണ് ഞങ്ങൾ നോക്കിയത്. എന്താണെന്നറിയില്ല, ഇത്തവണ ആർക്കും സിറ്റി വൈബ് ആയിരുന്നില്ല. എല്ലാവർക്കും കുറച്ചൊന്ന് ശാന്തമായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് സ്റ്റേ ചെയ്ത് കുറച്ച് ഫുഡൊക്കെ നമ്മൾ തന്നെ പാചകം ചെയ്ത് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയാൽ മതിയായി. പിന്നെ ബസ് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണേ. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് വീടുകൾ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് അവരുടെ ആ കുട്ടി വീടൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ചിലയിടത്തൊക്കെ ഇങ്ങനെ കുതിരനെയും കാണാം. കുറച്ചൊക്കെ നമ്മളെ മൈൻഡിൽ പ്ലാൻ ഉണ്ടെങ്കിലും എന്തായാലും പ്ലാൻ പ്രകാരം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് ആടിപ്പാടി ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്, പോകുന്ന സ്ഥലം ഇങ്ങനെയായിരിക്കും, അവിടെ ഒരു ഊഞ്ഞാല്, സൺസെറ്റ് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ശരിയായിരിക്കും, ഒരു 50%. ഇത്രയും കണ്ട സ്ഥിതിക്ക് നിങ്ങളുടെ ഹോം ടൂർ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ അതും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഫ്രണ്ട്സിനോട് പറയണ്ടേ ഞങ്ങൾ നിന്ന സ്ഥലം ഇങ്ങനെയായിരുന്നു കേട്ടോ എന്ന്. അങ്ങനെ പ്ലാൻ ചെയ്ത് എടുത്തതാ. പക്ഷെ ശരിക്കും ഞെട്ടിപ്പോയത് ഞാനാട്ടോ. കയറുമ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഫോട്ടോസ് കണ്ടതല്ലാണ്ട് കാര്യമായിട്ടുള്ള ഒരു ധാരണ ഒന്നുമില്ല, ഒരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞ സത്യമാണ്. ഇങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളൊക്കെ നിൽക്കുന്നത് സ്റ്റുഡന്റ് ഹോമും ഷെയർഡ് ഹോമും അങ്ങനെയൊക്കെയാണ്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പോകുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ വിശാലമായി കിടക്കുന്ന അടുക്കള, അതിനോട് ചേർന്നിട്ട് ഒരു ലിവിങ് ഏരിയ പോലെ ഒരു സ്പേസ്. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗി. അപ്പോഴും പോലും എനിക്കൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല. ഞാനത് നമ്മുടെ ആ മെയിൻ കിച്ചൺ ഏരിയന്ന് പുറത്തേക്കുള്ള ആ ഡോറ് തുറന്നപ്പോഴാണ് ഞാൻ ആ ഒരു സർപ്രൈസ് കണ്ടത്. കുതിരകൾ 2 ഉണ്ടായിരുന്നു. ഞാൻ ആകെ ഷോക്ക് അടിച്ചിട്ട് ഞാൻ അവരോട് പറയുകയും ചെയ്തു. അപ്പൊ അതൊക്കെ സൗണ്ട് എന്ന് പറയുമ്പോൾ അവർ പേടിച്ചങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ടോ. ആ സമയത്ത് ആ ഒരു മൊമെന്റിൽ ഞാൻ ശരിക്കും സർപ്രൈസ് ആയി. ചേട്ടന്മാര് പണി തുടങ്ങി. ഇവരുടെ മെയിൻ സ്ഥലം കിച്ചണാണ്. ഇവരെന്തോ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും കിച്ചണിലെ ആ ഒരു ഗ്രില്ലേരിയും പിന്നെ ആ ഒരു അടുപ്പും നോക്കാണ്ട് ഇവർക്ക് സമാധാനം വരില്ല. അവിടെ തന്നെ നിന്നാൽ മതിയോ, ബാക്കി കാണണ്ടേ? ഡോറ് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു മിറർ സെറ്റപ്പ് ഉണ്ട്. എനിക്കിത് കണ്ടപ്പോൾ സമാധാനമായി. കാരണം എനിക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ മിറർ വേണം. അതില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ പിന്നെ ചായ വെച്ചു, സ്നാക്സ് കഴിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു, പാട്ട് വെക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഒരു റിലാക്സിങ് മൂഡായിരുന്നു. പിന്നെ ഈ ഒരു ഡിസ്കഷൻ ഓജോ ബോർഡ് കളിക്കാമെന്നായി. ഭൂരിപക്ഷം എന്നല്ല, എല്ലാവരും ഞാൻ ഒഴികെ ഓജോ ബോർഡ് കളിക്കാമെന്നായി. എനിക്ക് എന്താണെന്നറിയില്ല, ഇതിനോടൊന്നും ഒട്ടും തന്നെ താല്പര്യമില്ല. പിന്നെ ആ ലൈറ്റ് ഒന്നും മിന്നിയപ്പോൾ തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയി. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോകുന്ന സ്ഥലം പോലെ എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് അവിടെ സംഭവിക്കുന്ന ആ മൊമെന്റ്സ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതും അതാണ്. പിന്നെ ഇവനുണ്ടല്ലോ, ഏത് നട്ടപ്പാത്രത്തേക്കും ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരും. അതിപ്പം എപ്പോഴായിക്കോട്ടെ അവൻ ആ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് വരും കേട്ടോ. പിന്നെ ഈ മുതലിനെ നമ്മൾ നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോയതായിരുന്നു. ഈ ട്രിപ്പിന്റെ മാസ്റ്റർ മൈൻഡ് എന്റേതാണെങ്കിലും പോകുന്ന വഴികളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ഇവനാണ് കേട്ടോ. ഇവനാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ മാപ്പ്. ആ കാണുന്ന വിൻമില്ലിലേക്കാണ് നമ്മുടെ യാത്ര. ലൊക്കേഷൻ വരുന്നത് നോർത്ത് ഹോളാൻഡിലെ ഷാൻസെ ഷാൻസിലാണ് കേട്ടോ.
ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഭംഗിയുള്ള ഒരു വിൻഡ്മിൽ കാണുന്നത്. ഇതാണ് അവിടുത്തെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു വിൻഡ്മിൽ. പലതും വർക്കിംഗ് ആണ് ഇപ്പോഴും. പണ്ടത്തെ ആൾക്കാർ അവരുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അത്ര ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെയുള്ള വീടുകളൊക്കെ ട്രഡീഷണൽ റൺസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ക്വയറ്റാണ് കേട്ടോ. ഒന്നും തന്നെ കേൾക്കാനില്ല. ആ ഒരു കാറ്റും ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു സൗണ്ട് അല്ലാണ്ട് വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ദൂരെ എന്റെ ഫ്രണ്ട്സ് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, വേഗം ഓടി വായ്പും സൺസെറ്റ് അങ്ങ് പോകും എന്ന് പറഞ്ഞു. കുറച്ചധികം കാലമായി ഞാൻ ഇങ്ങനെ ഒരു സൺസെറ്റ് കണ്ടിട്ട്. ഇങ്ങനെയൊന്നല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൺസെറ്റ് കാണുന്നത്. മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ എന്തോ വ്യത്യസ്തമായിട്ട് എന്തോ ഒരു ഫീൽ ആയിരുന്നു. എന്താ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. ഭയങ്കര ശാന്തമായിരുന്നു കേട്ടോ. ഈ സ്ഥലത്തിന് ഞാൻ 10 എടുത്ത്. അപ്പൊ കൂടെയുള്ള ഒരു 10 എത്ര എടുക്കാന്ന് ചോദിച്ചോക്കാം. അടിപൊളി സ്ഥലം. അയ്യോ ഇഷ്ടായി നല്ല 10 പൊളിയല്ലേ? നമ്മളെ കൂട്ടത്തിൽ വന്ന എല്ലാവരും 10 എടുത്ത സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും യൂറോപ്പിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ആംസ്റ്റർഡാമിലെ വിൻഡ്മിലുള്ള സ്ഥലം. സോ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല സ്ഥലം ഇതാണെന്ന് പറയാൻ പൊള്ളി. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം സ്ഥലം എവിടെയാണ്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു അപ്പാർട്ട്മെന്റ് എവിടെയാണെന്നൊക്കെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഹായ് ഹായ്. വിഷമുണ്ട് എവിടുന്ന് പോന്നേന്? അതെന്ത് കിട്ടാനാ വിഷമുണ്ടെന്ന് പറയുന്നത്? അതെന്താ? അതുകൊണ്ടുള്ള സന്തോഷമാണ്. സോ നമ്മളിനി കൊക്കനോട്ടിൽ പൂക്കൾ കാണാൻ പോവാം. അപ്പം എന്താണെന്നറിയില്ല, ഇപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞു, പൂക്കളൊന്നും ഇല്ലയെന്നാണ് കിട്ടിയ വിവരം. പിന്നെ പോയി നോക്കട്ടെ. തുളിപ്പ് കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലായതുകൊണ്ട് നമ്മൾ നോക്കട്ടെ. ഇവിടെ കാണുന്ന വഴിക്കൊക്കെ നിറയെ പൂക്കൾ ഇങ്ങനെയുണ്ട്. അപ്പം ഏകദേശം സമയം കഴിഞ്ഞു പറയുന്നുണ്ട്. ഞങ്ങൾ ഓടുക 12:30 ബസ്. ഇപ്പം ഏകദേശം 12:30 ആവാറായി. ഓടി പോയിട്ട് ബസ് കയറി പോയി സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് അങ്ങനെ പോകണം.
ഇത് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോയി. ഇവിടെ വലിഞ്ഞ് കയറുണ്ടാവും. സ്റ്റെപ്പ് കയറിയിട്ട് കാണാൻ കാഴ്ചയൊന്നുമില്ല. നടന്നോ നടക്കടി. കാഴ്ചയില് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്. പക്ഷെ എല്ലാം വേലിയിട്ട് വെച്ച് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അന്യൻ സിനിമയിൽ കണ്ട പോലെ പരവതാനി പോലെ നിരിച്ചു വെച്ച തുളുപ്പിൻ്റെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ പോയിട്ടുണ്ടായത്. പക്ഷേ കണ്ടപ്പോൾ ആകെ വിഷമായി. സങ്കടം എന്നൊക്കെ വെച്ചാൽ അത്രയ്ക്ക് സങ്കടം. എൻ്റെ ഒരാളുടെ നിർബന്ധത്തിൻ്റെ പുറത്താട്ടോ ഈ ഒരു കൊക്കനാഫിൽ നമ്മൾ വന്നിട്ടുണ്ടായത്. അപ്പോൾ ആകെ എല്ലാവർക്കും ബോറടിക്കാൻ തുടങ്ങി. ആകെ മൊത്തത്തിൽ എല്ലാവർക്കും മടുപ്പായി. എനിക്കാണെങ്കിൽ ദേഷ്യവും വന്നു, സങ്കടവും വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ എവിടെയെങ്കിലും തപ്പി നോക്കാം. ഇങ്ങനെയൊക്കെ സമാധാനപ്പെടുത്തിയിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നുണ്ടായത്. സത്യം പറഞ്ഞാൽ കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, നല്ലൊരു ഫുള്ളായിട്ടുള്ളൊരു ഗാർഡൻ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, കുറച്ചധികം നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരാൻ പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആ ഒരു വലിയ പാടം കാണണമെങ്കിൽ നേരത്തെ വരിക. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ടോ എന്നുള്ളത് എനിക്കിപ്പോഴും നോ ഐഡിയ. കാരണം ഞാൻ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. എന്താ എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. എന്താ കൊള്ളാത്തെ? നമ്മൾ പ്രതീക്ഷിച്ചത്രയും നിങ്ങളെ കൂടെയുള്ള രണ്ടുപേരെ കാണുന്നില്ലായിരുന്നല്ലോ നേരത്തെ. എവിടെ പോയി? ഒരാള് പറഞ്ഞ പോരെ, എല്ലാരും കഴിക്കണോ? ശരി. എനിക്കറിയാം ഇതൊരു പെർഫെക്റ്റ് വ്ലോഗ് അല്ലാന്ന്. എന്നാലും ഇതിവിടെ ഇരുന്നോട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് ഇവർക്കും കാണാമല്ലോ.